ഞാൻ കാരണമാണോ യതീന്ദ്രൻ സാറിന് ഈ അവസ്ഥ വന്നത്? എങ്ങനെ ഇവർക്കൊക്കെ ഇത് പറയാൻ തോന്നുന്നത്? ഞാൻ സാറിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ഇവർക്കൊക്കെ അറിഞ്ഞൂടെ? ദൈവത്തിന്റെ സ്ഥാനത്ത് ദൈവത്തിന് പകരമായിട്ട് കാണുന്നതാ ഞാൻ. എന്നിട്ടും ഞാൻ ആ വിഗ്രഹം പൂജാമുറിയിൽ വെച്ചിരുന്നത് തെറ്റായിരുന്നെങ്കിൽ അമ്മയ്ക്കൊരു സൂചന തരായിരുന്നല്ലോ. അമ്മയുടെ വിഗ്രഹത്തിന്റെ തൊട്ടടുത്തല്ലേ ഞാനത് കൊണ്ടുവന്ന് വെച്ചത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്ത്. ആ വിഗ്രഹം കൊണ്ടുവന്നവർക്ക് കുറ്റമില്ല, ആ വിഗ്രഹം മോഷ്ടിച്ചവർക്കും കുറ്റമില്ല. ഞാനാ എല്ലാത്തിനും കാരണക്കാരി. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. അവരെല്ലാരും പറയുന്നത് പോട്ടെ സർ. യതീന്ദ്രൻ സാറ് പറഞ്ഞു ഞാൻ കാരണം കുഴപ്പമുണ്ടായതെന്ന്. അച്ഛൻ അങ്ങനെ പറയുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? തന്നെ ഇത്രയും മനസ്സിലാക്കിയ വേറൊരാളുണ്ടോ? താൻ ചെയ്യുന്ന ശരികളെ ഒരുപാട് വലിയ കാര്യമായിട്ട് എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആളാ അച്ഛൻ. അച്ഛൻ അങ്ങനെയൊന്നും തോന്നില്ലടോ. പിന്നെ ഇവിടുത്തെ ആളുകളുടെ കാര്യം, അവർക്ക് അച്ഛൻ ജയിലിൽ കിടന്നാണെന്ന് ഒരു കുഴപ്പമില്ല. കുറ്റം പറയാൻ ഒരാളെ കിട്ടണം. വിഗ്രഹം പൂജാമുറിയിൽ വെച്ച് താൻ തെറ്റുകാരി, ജാമ്യം എടുക്കാൻ പോയി ഞാൻ കഴിവില്ലാത്തവൻ. അവർക്ക് പിടിച്ചു നിൽക്കാൻ അതൊക്കെ മതി. പക്ഷേ അച്ഛനെ ആ അവസ്ഥയിൽ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല നന്ദിനി. എടാ നീ പൊയ്ക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം അച്ഛനത് താങ്ങാൻ കഴിയില്ലെന്ന്. അന്തസ്സിനും അഭിമാനത്തിനും ഒക്കെ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറ്റില്ല നന്ദിനി, ഒരിക്കലും പറ്റില്ല. ഏതെങ്കിലും പോലീസുകാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടോ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടോ ലോക്കപ്പിൽ ചെന്നിരിക്കാന്ന് പോലും ഞാൻ കരുതിപ്പോയി. അപ്പോഴും അച്ഛൻ അടുത്തുണ്ടാവുമല്ലോ. വിഷമിക്കാതെ സർ, നാളെ കോടതി പോയാ ജാമ്യം കിട്ടുമല്ലോ അല്ലേ? കിട്ടും. ഈ ഒരു രാത്രി ഒരു മോശം കാലം മാറുന്നതിന്റെ സൂചനയായിട്ട് കണ്ടാ മതി. എതി സാറിന് സമാധാനം കിട്ടിക്കൊള്ളും സർ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അച്ഛനും ഓക്കെ ആണെങ്കിൽ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ നന്ദിനി. കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെയാ. ഇടയ്ക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ വാക്കും മുഷിഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ സ്നേഹവും കരുതലും അതൊക്കെ, ആ സ്നേഹത്തിന്റെ മധുരം ഇവിടെ മറ്റാർക്കും അറിഞ്ഞൂടെ എനിക്കല്ലാതെ. അച്ഛൻ്റെ മനസ്സ് പതറിപ്പോകരുത്. കൂടെ ഉണ്ടാവണം. എന്തിനു മുന്നിലും പിടിച്ചു നിൽക്കാനുള്ള ശേഷി എൻ്റെ അച്ഛൻ്റെ മനസ്സിന് കൊടുക്കണം.